പ്രൊഫഷണലിസത്തിന്റെ വഴിയോര കച്ചവട തന്ത്രങ്ങളുമായി വേറിട്ട മാതൃക തീർക്കുകയാണ് ചിപ്പി. ചൂനാട് റോഡിലൂടെ പോകുന്ന ആരും ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിപ്പോകുന്ന തരത്തിലുള്ള കച്ചവട രീതിയാണ് ചിപ്പിയുടെ പ്രത്യേകത. വഴിയോര കച്ചവടത്തിൽ നിന്ന് സംരംഭകയിലേക്കുള്ള ചിപ്പിയുടെ വിജയഗാഥ കാണാം. ഇലപ്പക്കുളം ചൂനാട് സ്വദേശി ചിപ്പി വഴിയോര കച്ചവടം തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുകയാണ്. ഉണ്ണിയപ്പം അടക്കമുള്ള പലഹാരങ്ങളുമായി വഴിയോരത്ത് ഉപഭോക്താക്കളെ കാത്തുനിൽക്കുന്ന ചിപ്പിയുടെ ഉള്ളിൽ സങ്കടങ്ങളിൽ ചാലിച്ചൊരു കഥ പങ്കുവയ്ക്കാനുണ്ട്. 6 വയസ്സുകാരനായ ഇളയ മകൻ അദ്വിക്കിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വഴിയോര കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്. ഹൈപ്പർ ആക്ടിവിറ്റിക്കൊപ്പം വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളും നേരിടുന്ന അദ്വിക്ക് തിരുവനന്തപുരം SATയിലെ ചികിത്സയിലാണ്. 2 ശസ്ത്രക്രിയ കഴിഞ്ഞു. 3ാമത്തേതിന് കാത്തിരിക്കുന്നു. ഇതിനായി നല്ലൊരു തുക വേണം. വിവാഹ ജീവിതം തകർന്നതോടെയാണ് കുഞ്ഞുങ്ങളുടെ കൈയും പിടിച്ച് ചിപ്പി തിരികെ വീട്ടിലെത്തിയത്. പിതാവ് പരമേശ്വരൻ 2.5 വർഷം മുമ്പ് മരിച്ചതോടെ കുടുംബം പാടെ തകർന്നു. പിന്നീട് ഉപജീവനത്തിനായി ഉണ്ണിയപ്പ കച്ചവടത്തിലേക്ക് കടക്കുകയായിരുന്നു. അമ്മ ശീലാകുമാരിയും പിന്തുണയുമായി ഒപ്പമുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ വന്നത്. ഇപ്പം എൻ്റെ മകനാണെങ്കിൽ ചെറിയ കിഡ്നിക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ട്. ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. ഇപ്പം ഞാൻ 2 മക്കളും എൻ്റെ അമ്മയടങ്ങുന്നതാണ് കുടുംബം. ഈ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഈ വരുമാന മാർഗത്തിലൂടെയാണ്. ആദ്യകാലങ്ങളിൽ ഇത് വന്നിടം തൊട്ട് ഭയങ്കര മോശമായ ഫീഡ്ബാക്സ് ഒക്കെ ആയിരുന്നു. ഈ റോഡിൽ നിന്നിട്ടൊരു പെങ്കുച്ചി വിൽക്കുന്നു, നിനക്ക് നാണമില്ല എന്നങ്ങനെയൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ മാറ്റിയെന്നുള്ളതാണ്. കാര്യം എനിക്ക് എൻ്റെ മുന്നിൽ എൻ്റെ 2 മക്കളുടെ മുഖങ്ങൾ മാത്രമായിരുന്നു. ആരുടെയും മുന്നിൽ കൈനീട്ടരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ബിഗ് സീറോയിൽ നിന്നും ഇവിടം വരെയൊക്കെ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഈ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഈ കച്ചവടത്തിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലാസ്സൊക്കെ ചെറിയ രീതിയിൽ മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലെ തന്നെ പിക്കിൾസ് മേക്കിങ്ങിൻ്റെ ട്രെയിനറാണ് ഞാൻ. അതിൻ്റെ അച്ചാറിൻ്റെ ഒക്കെ പ്രോഗ്രാമൊക്കെ എടുത്തു കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ക്രൈം മാപ്പിംഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ക്ലാസ്സുകൾ എനിക്ക് സന്തോഷം നൽകുന്നതാണ്. ആർക്കെങ്കിലുമൊക്കെ ചെറിയ രീതിയിലെങ്കിലും ജീവിതത്തിൽ ഒരു പ്രചോദനമാവാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. 10 സ്ത്രീകളുമായി ചേർന്ന് കുടുംബശ്രീ യൂണിറ്റിലൂടെയായിരുന്നു തുടക്കം. മറ്റുള്ളവർ പിന്മാറിയിട്ടും ആവശ്യങ്ങൾ ഏറെ ഉള്ളതിനാൽ ചിപ്പി ഈ രംഗത്ത് തന്നെ തുടരുകയായിരുന്നു. ഉണ്ണിയപ്പത്തിനൊപ്പം അച്ചാറുകളും അച്ചപ്പം, മുറുക്ക് അടക്കമുള്ളവയും തയ്യാറാക്കി തുടങ്ങി. ചൂനാട് കറ്റാനം റോഡിൽ വീടിന് മുൻവശത്തെ ചൂനാട് വടക്കേ ജംഗ്ഷനിൽ റോഡരികിലെ കച്ചവടം പതുക്കെ അംഗീകരിക്കപ്പെട്ടു. കച്ചവടം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതും വിൽപ്പനയെ സഹായിച്ചു. ഇപ്പോൾ പലർക്കും തൊഴിൽ നൽകുന്ന സംരംഭമായും തന്റെ വഴിയോര കച്ചവടം വളർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ചിപ്പിയുടെ വിജയം. ആഴ്ചയിൽ 2 ദിവസമേ കച്ചവടമുള്ളൂ. മറ്റു ദിവസങ്ങളിൽ കുടുംബശ്രീയിൽ പരിശീലകയായി പോകും. മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലും ഇതിനോടകം ചിപ്പി പേരെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചതോടെ കൂര എന്ന സ്വപ്നവും സഫലമാകുന്ന സന്തോഷത്തിലാണ് ചിപ്പി. ന്യൂസ് 18 കായംകുളം.